കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. അദ്ദേഹത്തിന് നിയമസഭയിൽ വരാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ആ അവകാശവും അധികാരവും സ്പീക്കർ അനുവദിച്ചു കൊടുത്ത അവകാശവും അധികാരവും ഉപയോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത്. നിയമസഭയിൽ അയാൾക്ക് വരാനുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ ആവില്ല. അതേസമയം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അയാളുടെ കാര്യത്തിൽ ചില തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു MLA എന്ന നിലയ്ക്ക് ഇതിനു മുമ്പും ആരോപണ വിധേയനായ എല്ലാവരും സഭയിലുണ്ടല്ലോ. എല്ലാവരെയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവരൊക്കെ മാന്യന്മാരായി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായി നിയമസഭയ്ക്ക് എത്തിയിരിക്കുമ്പോൾ ഇയാളും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ഇയാളുടെ പേരിൽ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ MLA ആയിട്ട് അയാൾക്ക് അകത്തിരിക്കാൻ പറ്റില്ല. അതേസമയം MLA എന്ന അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അകത്തിരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് സ്പീക്കറാണ് പറഞ്ഞത്. സ്പീക്കർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ആ സ്പീക്കറുടെ ഒരു MLAക്ക് കൊടുക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ പങ്കെടുത്തത്. പക്ഷേ പാർട്ടി അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം ഈ രാഹുലിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ സംഘടനാപരമായ നടപടിയെടുത്തത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. കേരളത്തിലെയും ഡൽഹിയിലെയും നേതൃത്വങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനകത്ത് ഒരു വേറിട്ട ശബ്ദമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ വെറും ഊഹാഭോഗങ്ങളാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോയിട്ടില്ല, പോകും എന്നെനിക്ക് തോന്നുന്നുമില്ല. അല്ല, അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെ എത്രയോ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ള ജോലിയാണ് നേതൃത്വത്തിനുള്ളത്. കാരണം കോൺഗ്രസിനെയും അതുപോലെ തന്നെ UDFനെയും ആക്രമിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം ശൈലിയായി മാർക്സിസ്റ്റ് പാർട്ടിയും LDFും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, BJPയുടെ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് പുലർത്തുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ നടക്കുന്ന BJPക്ക് അനുകൂലമായിട്ടല്ല അവർ ചിന്തിക്കൂ. അപ്പോൾ ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടുകൾ UDFനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും അടവുകളും ഒക്കെ UDF പ്രയോഗിക്കും. അത് വിജയത്തിലെത്തും, യാതൊരു തർക്കവുമില്ല. കാരണം അങ്ങനെ ഇവരാരും വിചാരിച്ചാൽ തകരുന്ന ഒരു ശക്തിയല്ല UDF. പക്ഷേ സംഘടനാ നടപടി നേരിടുന്ന ഒരാൾക്കൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ജില്ലാ ഭാരവാഹികൾ അനുഗമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ഈ വ്യക്തിപരമായി ഒരുപാട് ആളുകൾക്ക് വ്യക്തിബന്ധങ്ങളുണ്ടല്ലോ, മനസ്സിലായില്ലയോ. പാർട്ടി ഇതിനകത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. പിന്നെ ഒരു വ്യക്തിയോടൊപ്പം അയാൾ MLA ആണ്, അയാൾ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അയാൾക്ക് കുറേ ബന്ധങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായി ആ ബന്ധങ്ങളിൽ അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകളും അയാൾ ചെയ്ത നടപടിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അയാളോട് പോയാൽ ഇപ്പോൾ ഞങ്ങൾക്ക് തടയാൻ പറ്റുമോ? ഓക്കെ.